നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീൽ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും രമേശ് ചെന്നിത്തല. അമിത്ഷാ, പിണറായി വിജയൻ എന്നിവർ തമ്മിലുള്ള ധാരണയാണ് നടന്നിട്ടുള്ളതെന്നും BJPക്ക് MLA-മാരെ ഉണ്ടാക്കിക്കൊടുക്കാനുള്ള ഡീലാണിതെന്നുമാണ് ചെന്നിത്തല പറഞ്ഞത്. പൊളിറ്റിക്കൽ ഡീലാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. എന്തുതരം ഡീൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം ജനങ്ങൾ തള്ളിക്കളയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ആഗോള അയ്യപ്പ സംഗമത്തിലും നടപടിയെടുത്തില്ല. കേന്ദ്രത്തെ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല. ഇതുതന്നെ ഡീലാണെന്ന് വ്യക്തമാക്കുകയാണ്. NDAയുടെ ഭാഗമായ 2020യുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നും BDJ സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണെന്നും നോക്കിയാൽ മതിയെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാലക്കാട്, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ CPM BJP ഡീലിന്റെ തെളിവാണ്. 2020 BDJ സീറ്റുകളിൽ ഡീൽ നടന്നിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥി ആരാണ്? NDAയ്ക്കുള്ള ഓരോ വോട്ടും ഇടതുമുന്നണിയെ സഹായിക്കാനാണ്. പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. ആചാരങ്ങൾ ലംഘിക്കാനുള്ളതാണോ എന്ന് മുഖ്യമന്ത്രി മറുപടി പറയണം. ശബരിമലയിലെ വിശ്വാസ സമൂഹത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയുമോ? യുവതീ പ്രവേശനത്തിൽ എന്താണ് നിലപാടെന്ന് മുഖ്യമന്ത്രി പറയണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്മകുമാറിനെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്? 7 കോടി തട്ടിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി. ശബരിമലയെ സർക്കാർ കറവ പശുവാക്കി മാറ്റിയെന്നും ചെന്നിത്തല വിമർശിച്ചു. അതേസമയം G. സുധാകരനെ കുറിച്ച് മുഖ്യമന്ത്രി ഉപയോഗിച്ച ഭാഷ ലജ്ജാകരമാണെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഇതാണോ നവോത്ഥാന നായകന്റെ ഭാഷയെന്നും അദ്ദേഹം ആരാഞ്ഞു. മോദിയെ തൃപ്തിപ്പെടുത്താനായി പിണറായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് MV ഗോവിന്ദനാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ